ഇട്ടിരിക്കുന്ന വസ്ത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ ആളുകളുടെ അപ്പിയറൻസ് നോക്കിയിട്ട് മനുഷ്യരെ വിലയിരുത്തുന്ന അതുപ്രകാരം മനുഷ്യരോട് പെരുമാറുന്ന കുറെ ആളുകളെ നമുക്ക് ചുറ്റും കാണാം അല്ലേ. അങ്ങനെ ഒരു കഥ പറയാൻ വന്നതാണ്. ഒരു പക്ഷെ ഇന്നും ഇത് കഴിഞ്ഞിട്ട് കുറെ കാലമായെങ്കിൽ പോലും ഇന്നും എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. എറണാകുളത്തേക്കുള്ള യാത്രയിലാണ്. സ്വിഫ്റ്റ് ബസ്സിലാണ് യാത്ര. KSRTC സ്വിഫ്റ്റ് ബസ്സിലാണ് യാത്ര. ഈ സമയത്ത് ആലുവ എത്തിയ സമയത്ത് ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ബസ് കയറാൻ വേണ്ടിയിട്ട് വന്നു. സ്റ്റെപ്പിന് അവിടെ എത്തിയപ്പോഴേ കണ്ടക്ടർ വിളിച്ചു പറയുന്നുണ്ട്, ഇതിൽ കുറെ പൈസ ആവും കേട്ടോ, അത്രയൊക്കെ പൈസ ഉണ്ടോ കയ്യിൽ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ മനുഷ്യന്റെ മുഖം വല്ലാതെ അങ്ങോട്ട് എന്താ പറയാ, ആ മുഖത്തുണ്ടായിരുന്ന തെളിച്ചൊക്കെ അങ്ങോട്ട് പോയിട്ട് ഭയങ്കര ഡാർക്ക് ആയതുപോലെ തോന്നി. കാരണം ഒരു ഒരു എന്താ പറയാ, ഒരു നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ ഒരു അപമാനിക്കപ്പെട്ടതുപോലെ തോന്നി. അങ്ങനെ അദ്ദേഹം ഒന്നും മറുപടി ഒന്നും കൊടുക്കാതെ ബസ്സിലേക്ക് കയറി. കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എടുത്തു, അദ്ദേഹം പൈസ കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഇരുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ ഫോർമലായ കുറെ മനുഷ്യന്മാർ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അവരവരുടേതായ ഓഫീസ് കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഓരോരുത്തരുടേതായ കാര്യങ്ങളിൽ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അവർ നിശബ്ദതയാണ്, ആരും മിണ്ടുന്നൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എന്താ പറയുക, ഒരു ശ്വാസം മുട്ടുന്ന ഒരു പോലെയൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നി. അതായത് ആരോടൊന്നും മിണ്ടാൻ പറ്റാതെ അല്ലെങ്കിൽ ആ ഒരു അപമാനിക്കപ്പെട്ടു എന്നുള്ള തോന്നലിനപ്പുറം ഇവരൊക്കെ വലിയ ആരോ ആണ്, ഞാൻ ഈ കൂട്ടത്തിലേക്ക് പറ്റിയതല്ല എന്നുള്ള ഒരു തോന്നൽ ഉള്ളതുപോലെ എനിക്ക് ഇങ്ങനെ തോന്നി. അത്രയും ആ മനുഷ്യന്റെ മുഖത്ത് നിസ്സഹായത നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് നിന്ന് ആളുകൾ ഇറങ്ങിയ സമയത്ത്, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സീറ്റിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങിയ സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് ഇരിക്കുന്നു എന്ന് ചോദിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന രൂപത്തിൽ മൂപ്പരിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. എന്നിട്ട് നമ്മൾ കുറേ എന്താ പറയുക, മൂപ്പര് ഇടുക്കിന്നാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറേ കഥകൾ പറഞ്ഞു. ഇവിടെ എറണാകുളത്ത് ആരെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ മനുഷ്യന്റെ പ്രശ്നം എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഒരു വാക്ക് പോലും ചോദിക്കാൻ എന്താണ് ചോദിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എന്താ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുക? ഇങ്ങനെ ഒരു ഇൻസൾട്ട് നേരിട്ടതിന്റെ പേരിൽ നിങ്ങളെ അതെങ്ങനെ ബാധിച്ചു എന്ന് അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാൻ പറ്റുമോ? പറയാനുള്ളത് മുഴുവൻ മനുഷ്യരോടുമാണ്. നമുക്ക് അപ്പിയറൻസ് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ വസ്ത്രം കൊണ്ട് വിലയിരുത്താനുള്ളതല്ല ഒരു മനുഷ്യനും. അവരുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ വളരെ മാന്യമായ മാർഗമുണ്ട്. അതെല്ലാവരും കേൾക്ക് വിളിച്ച് ചോദിക്കണമെന്നില്ല. അത് വളരെ പതുക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മൈൻഡ് ചെയ്യാതിരിക്കാം. പക്ഷെ അതല്ലാതെ അത്രയും ആ ബസ് മുഴുവനും കേൾക്കെ ഒരാളോട് കയ്യിൽ പൈസ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്നത് ഒരു അപമാന ഭാരം തന്നെയാണ്. ആ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് എറണാകുളത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ഈ സംഭവം ഇങ്ങനെ ആളെടുത്ത് ഷെയർ ചെയ്ത സമയത്ത് അവള് പറയുണ്ടായി, നിനക്കിതൊരു പക്ഷെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് മുന്നിൽ കാണുന്നതുകൊണ്ട് തോന്നുന്നതായിരിക്കാം, പക്ഷെ ഞാൻ ഇതൊക്കെ എൻ്റെ ജീവിതകാലം മുഴുവൻ അനുഭവിച്ചതാണെന്നുള്ളത്. കാരണം അവള് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവളൊരു സോ കോൾഡ് അപ്പർ കാസ്റ്റിൽ പെട്ട ഒരാളല്ല. അവള് പറയുന്നത്, നമ്മളൊരു ഷോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സെയിൽസ് ടീം പറയും അത് വലിയ പൈസയുടെ ഡ്രസ്സാട്ടോ എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മളെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ കലാകാലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, സോ കോൾഡ് സൊസൈറ്റിയോടാണ്, നമ്മളൊക്കെ പറയുന്ന പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന സൊസൈറ്റിയോടാണ്. നമ്മളൊക്കെ എങ്ങോട്ടാണ് പുരോഗമിച്ചിട്ടുള്ളത്? ഒരു മനുഷ്യനെ വസ്ത്രത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അപ്പിയറൻസിന്റെ പേരിൽ തരം താഴ്ത്തുന്ന ആ തലത്തിലേക്കാണോ നമ്മൾ ഇപ്പോഴും പുരോഗമിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് കൃത്യമായിട്ട് ചോദിക്കാനുള്ളത്. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു മുറിവ് പോലെ കിടക്കുന്ന ഒരു രംഗമാണിത്. നിങ്ങളൊക്കെ ഉള്ളിലുണ്ടാവൂലേ നമ്മുടെ ചുറ്റും കണ്ട ഇങ്ങനെയുള്ള നോവുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനെയുള്ള കഥകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കുവെക്കണം. അത് നമ്മളൊക്കെ അറിയേണ്ടതുണ്ട്. നമ്മളൊക്കെ അതിനെക്കുറിച്ച് അവെയർ ആവേണ്ടതുണ്ട്. ഇങ്ങനെ പഠിച്ചും അറിഞ്ഞും കാര്യങ്ങളെ മനസ്സിലാക്കിയും തിരുത്തിയും പറഞ്ഞും തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് വിശ്വസിക്കുന്നത്.